നമ്മുടെ അമ്മാവൻ വണ്ടി, അതായത് റോഡ് റോളറാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ്. നമ്മൾ ബൈക്കിൻ്റെ ഒക്കെ സ്പൈക്സ് പോലെ ഇവിടെ കുറേ ചേമ്പേഴ്സ് ആയിട്ടാണ്. ഞാൻ സ്റ്റാർട്ടർ മോട്ടർ വർക്ക് ആയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു കറക്കം കൊടുത്താൽ മതി, വണ്ടി നല്ല പട്ടക്കനായിട്ട് സ്റ്റാർട്ട് ആയിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും, ഈ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. ഞാൻ സാധനം കാണുമ്പോഴത്തേക്കും നമുക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്ന കാര്യം എന്താ, നമ്മുടെ വെള്ളാനകളുടെ നാടെന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നമ്മുടെ കുതിരവട്ടം പപ്പു പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, നമ്മുടെ താമരശ്ശേരി ചുരം ഞാൻ ഇങ്ങനെ ഇറങ്ങി വരിക എന്ന് പറഞ്ഞൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡയലോഗ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തെ നമ്മുടെ അമ്മാവൻ വണ്ടി, അതായത് റോഡ് റോളറാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. കാറോ ബൈക്കോ ഒന്നുമല്ല, നല്ല തന്നി മലയാളിയായിട്ടുള്ള അമ്മാവൻ വണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് റിവ്യൂ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഇതിന് നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു 3 വലിയ വീലുകളാണ്. പണ്ടത്തെ ഒരു ഡിസൈൻ, ഇപ്പോൾ പുതിയ മോഡൽ ഇതല്ല, ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ഇത് അവൈലബിളും അല്ല. പണ്ടത്തെ മോഡലാണ് ഈ കൊടുത്തിരിക്കുന്ന മോഡൽ. 1 2 3 വീൽസ് അല്ലെങ്കിൽ 3 ഡ്രമ്മുകൾ വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലൊരു ഡ്രമ്മുണ്ട്, ബാക്കിൽ 2 ഡ്രമ്മും വീതം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുതിയത് വരുമ്പം ആക്ച്വലി മൊത്തത്തിൽ 2 ഉള്ളൂ കേട്ടോ, ഫ്രണ്ടിൽ ഒരെണ്ണം ബാക്കിൽ ഒരെണ്ണം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഏതാണ്ട് മൊത്തത്തിൽ 10 ടണ്ണ് വെയിറ്റ് ഉണ്ട് ഇവന്. അതായത് നമുക്ക് നോക്കിയാൽ അറിയാമല്ലോ, ഇത് നമ്മുടെ ഏത് ടാറിട്ടെടുത്തൂടെ ആണെങ്കിലും എങ്ങനെ ഇറഗുലറായിട്ട് കിടക്കുവാണെങ്കിലും നല്ല പ്രോപ്പറായിട്ട് സ്മൂത്താക്കി കൊണ്ട്, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡുകളിൽ പകുതി മുക്കാലോളം ഈ രീതിയിലുള്ള ടാറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അല്ല അതിൻ്റെ എൻജിൻ സൈഡും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു നോക്കാം. ഡിസൈനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിലൊരു കുഞ്ഞ് ഡ്രമ്മുണ്ട്, ബാക്കിൽ 2 വലിയ ഡ്രമ്മുണ്ട്. പിന്നെ ആ ഒരു പണ്ടത്തെ ഒരു ഷേപ്പാണ്, മുകളിലൊരു ചെറിയൊരു ക്യാബിനും ഒക്കെ കൊടുത്തിട്ടുള്ള രീതിയിലുള്ളൊരു ഷേപ്പും ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവന് വന്നിരിക്കുന്നത്. ഡ്രമ്മ് വരുമ്പോൾ ഉണ്ടല്ലോ, ഈ ഡ്രമ്മ് മൊത്തത്തിൽ ആക്ച്വലി ഇത് ഫുള്ളൊരു മെറ്റീരിയൽ അല്ല. ഇതിൻ്റെ അകത്ത് നമ്മുടെ പണ്ടത്തെ വണ്ടിക്കകത്തുള്ള പോലെ, അല്ലെങ്കിൽ നമ്മൾ ബൈക്കിൻ്റെ ഒക്കെ സ്പൈക്സ് പോലെ ഇവിടെ കുറേ ചേമ്പേഴ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അവിടെ അകത്ത് കുറച്ച് പൊള്ളയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ബാക്കിലത്തെ ഡ്രമ്മും ആ ഒരു സെയിം ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഇപ്പോൾ അഡീഷണൽ വെയിറ്റോ കാര്യങ്ങളോ ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ മണലോ വെള്ളമോ കാര്യങ്ങളോ ഒക്കെ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാനും പറ്റും. അപ്പോൾ കുറച്ചുകൂടി 10 ടൺ എന്നുള്ളത് കുറച്ചുകൂടി എക്സ്ട്രാ ടണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞത്. പിന്നെ ഇനി നമ്മൾ ഈ സൈഡിലേക്ക് വരും, ഇതാണ് കേട്ടോ നമ്മുടെ ജസൂപ്പ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ബിൽഡ് ചെയ്യുന്നത്. അവരുടെ മോഡൽ 810 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിന് ഏതാണ്ട് 22-23 കൊല്ലം പ്രായമുണ്ട്. ഇവന് 23 കൊല്ലത്തോളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ്ട് അതിൻ്റെ ആ ഒരു എഞ്ചിൻ്റെ ക്യാബിൻ, ഇതാണ് എഞ്ചിൻ്റെ ക്യാബിൻ എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡും തുറക്കാം ഇപ്പുറത്തെ സൈഡും തുറക്കാം. അപ്പോൾ നമ്മളത് തുറന്ന് വെച്ചിട്ടുണ്ട്, കുറച്ച് പഴയതായതുകൊണ്ട് അവൻ്റെ ക്ലിപ്പും ക്ലാമ്പും ഒക്കെ കുറച്ച് പോയി കിടക്കും, അതുകൊണ്ട് കെട്ടിയായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തു. ഇത് എനിക്ക് തോന്നുന്നു പണ്ടത്തെ 4 സിലിണ്ടർ എഞ്ചിനാണെന്ന് തോന്നുന്നു, 4 വാൽവല്ലേ കാണുന്നത്, 1 2 3 4 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഇതാണ് ഇവൻ്റെ വലിയ ഫ്ലൈ വീൽ, എന്ത് മുഴുപ്പെന്ന് നോക്കിയാൽ ഫ്ലൈ വീലിന് വലിയൊരു ഫ്ലൈ വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എഞ്ചിൻ, ബാക്കിലാണ് അതിൻ്റെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ ക്ലച്ച് അതിൻ്റെ ഇപ്പുറത്താണെന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. ഇത് ഡീസലിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. നോർമൽ നമുക്ക് എൻജിൻ ഓയിൽ ലെവൽ അറിയാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഇതാണ് ബേസിക്കലി എൻജിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇത് പണ്ടത്തെ രീതിയാണല്ലോ, പുതിയ മോഡലല്ല, പണ്ടത്തെ രീതിയാണ്. അപ്പോൾ പണ്ടത്തെ രീതി ആയതുകൊണ്ട് കണ്ട് നമുക്ക് ഇവിടെ ഫ്രണ്ടിലാണ് നമ്മുടെ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഓയിലും ഗ്രീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. മെക്കാനിക്കൽ സ്റ്റിയറിംഗ് ആണല്ലോ, ഭയങ്കര ബലമാണ്. ഇത് അവൻ്റെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാ പണ്ടത്തെ ജീപ്പിൻ്റെ അതൊക്കെ കാണുന്ന പോലത്തെ ഒരു ക്ലാമ്പും ആ ഒരു രീതിയിലുള്ള ഡിസൈനിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്ലേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണെങ്കിൽ, ചേട്ടൻ കാണിച്ചതാണ്, എന്തോരം പ്ലേ ആണെന്ന് നോക്കി, സ്റ്റിയറിംഗ് അനങ്ങുന്ന പോലും ഇല്ല. എന്നാൽ പോലും ടയർ അനങ്ങുന്നു, സ്റ്റിയറിംഗ് അനങ്ങുന്നുണ്ട്, ടയർ അനങ്ങുന്ന പോലും ഇല്ല. അതുപോലെ പ്ലേയും കാര്യങ്ങളുമൊക്കെ കൊടുത്തിട്ടുമുണ്ട്. അതാണ് നോർമലി നമുക്ക് ഔട്ട് സൈഡിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ ബാക്കിലോട്ട് വരുവാണെങ്കിൽ ഫ്രണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. ബാക്കിലോട്ട് വരുമ്പോൾ ഇവിടെ താണ്ട ഒരു സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊവിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മുടെ ഒരു ബലമുള്ള നല്ല തകിടിലുള്ളൊരു ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സാധനം പലർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ്, അത് എന്താണെന്നുള്ളത്. നിങ്ങൾ പണ്ടത്തെ ജനറേറ്ററൊക്കെ കണ്ടിട്ടുണ്ടോ? പണ്ടത്തെ മോഡൽ ജനറേറ്റർ, അതായത് സ്റ്റാർട്ടർ മോട്ടറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ കറക്റ്റ് സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ആ സെയിം സെറ്റപ്പാണ് കേട്ടോ. ഇതിനൊരു ടൂള് വരും, അതേ പിടിച്ച് എങ്ങാനും സ്റ്റാർട്ടർ മോട്ടർ വർക്കായിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു കറക്കം കൊടുത്താൽ മതി, വണ്ടി നല്ല പട്ടക്കനായിട്ട് സ്റ്റാർട്ടായിക്കോളും. അതാണ് ഇതിൻ്റെ ഔട്ട് സൈഡിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് തൻ്റെ ഈ സീറ്റിലിരുന്നിട്ട് ബാക്കി ഈ ഗിയർ എന്താണ്, ആ ഗിയർ എന്താണ്, ഇതെങ്ങനെയാണ് ഓടിക്കുന്നത് എന്നുള്ള വിശേഷങ്ങൾ മുഴുവൻ പറഞ്ഞുതരാം.
നമ്മൾ എല്ലാവരും പണ്ടത്തെ ഒരു ഡ്രീമാണ് ആൾക്കാർക്ക് ഇവിടെ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഈ അമ്മാവണ്ടിയുടെ ഡ്രൈവർ സീറ്റിൽ കയറി ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഞാനും കയറിയിരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. കയറിയത് എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു 2 ഫുട് സ്റ്റെപ്പ് ഉണ്ട്, അതിൽ ചവിട്ടി ടയറെ ചവിട്ടി ഇവിടെ പിടിച്ച് ഇങ്ങ് കയറിയിരുന്നു. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ കണ്ട പോലെ ഒരു സ്റ്റിയറിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഭയങ്കര പ്ലേ ആണെന്ന് പറഞ്ഞില്ല, ഇതാണ് ഇതിൻ്റെ ഒരു പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ നല്ല രീതിയിൽ പ്ലേ ഉണ്ട്. അത് ജസ്റ്റ് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ഒരു ഓയിലിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. ഇവിടെ നമ്മുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി ഒക്കെ അറിയാനായിട്ട് ഇവിടെ ഒരു ബാറ്ററി ഗേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ കീ വരുന്നത്. ഇതല്ലായിരുന്നു കീ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്റ്റാർട്ടറും ഉണ്ടായിരുന്നു. ഇതൊരു ഹോണിൻ്റെ സ്വിച്ചാണ്. അത് പോയതുകൊണ്ട് എക്സ്ട്രാ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു കീയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ കുറച്ച് 10-21 വർഷം പഴക്കമുള്ള വണ്ടിയല്ലേ, അപ്പം അതാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ ജീപ്പ് സ്റ്റോപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്റ്റോപ്പ് ലിവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇഗ്നീഷൻ കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഇവിടെ ഒരു ലൈറ്റ് നമ്മൾ വണ്ടി സ്റ്റാർട്ടായെന്ന് അല്ലെങ്കിൽ കറണ്ട് എത്തിയെന്ന് അറിയാനായിട്ട് ഇവിടെ ഒരു ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്നത് 2 ഗിയറുകളുണ്ട്. ഇതിന് ക്ലച്ച് ഗിയർ എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ നോർമൽ ഗിയർ. ഇതാണ് ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ എന്ന് പറയുന്നത്. നമ്മൾ കാറിലെ പോലെ വലിക്കുകയല്ല, ഇത് കറക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ താഴെ കാണുന്ന ചെറിയൊരു ലിവർ കണ്ടോ, ഇതാണ് ആക്സിലേറ്ററിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് തിരിച്ചിട്ടാണ് നമ്മൾ ആക്സിലറേഷനും കാര്യങ്ങളും ഒക്കെ വണ്ടിയുടെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ക്ലച്ച് ഗിയർ എന്ന് പറഞ്ഞ സാധനം. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ പ്രസ് ചെയ്ത് മുന്നോട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ഇനിയിപ്പോൾ വണ്ടി മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ ഇടുവാണെങ്കിൽ, ഇതിപ്പോൾ ന്യൂട്രൽ പൊസിഷനാണ്, വണ്ടി ന്യൂട്രലിലാണ് കിടക്കുന്നത്. നമ്മൾ ബാക്ക് ഇടുവാണെങ്കിൽ ഇത് റിവേഴ്സ് പോകും. അതായത് ഇപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും, ഈ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. അത് പുള്ളി പറഞ്ഞ സത്യമാണ്. ഈ പഴയ മോഡൽ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. ഇതിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ലിവറിലാണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ വണ്ടി ഇപ്പം ഇത് ന്യൂട്രലാണ്, ഇത് വണ്ടി ഉരുളാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. സത്യമാണ്. അതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ പിള്ളേരോട് ഇവിടെ എവിടെയെങ്കിലും വർക്കുണ്ടെങ്കിൽ മാറി നിൽക്കണം എന്നൊക്കെ പറയുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം സത്യമായിട്ടും ഇല്ല. കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ലിവറിലാണ്. അപ്പോൾ അത് ശരിക്കും കൺട്രോൾ ചെയ്യാൻ നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം പറ്റത്തുള്ളൂ. ഇതിപ്പം ന്യൂട്രൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇതിപ്പം ഗിയറാണ്. ഇതിന് 4 ഗിയറുണ്ട് കേട്ടോ. ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, തേർഡ് ഉണ്ട്, ഫോർത്ത് ഉണ്ട്. അതിൻ്റെ സീക്വൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ക്ലച്ച് ലിവർ ഫ്രണ്ടിലോട്ട് ഇട്ടാൽ വണ്ടി ഫ്രണ്ടിലോട്ട് പോകും, ന്യൂട്രൽ ഇട്ടാൽ ന്യൂട്രലായിരിക്കും, ബാക്കിലിട്ടാൽ ബാക്കായിരിക്കും. അതാണ് നമുക്ക് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ലിവർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ആക്ച്വലി നമുക്ക് 4 പൊസിഷനുകളുണ്ട്. അതായത് 2 ലിവറുകൾ വരുന്നുണ്ട്. ഇതിപ്പോൾ കിടക്കുന്നത് ടോപ്പ് പൊസിഷനിലാണ്, അതായത് 4th പൊസിഷനിലാണ് കിടക്കുന്നത്. അതായത് ഈ ലിവർ ഏറ്റവും ബാക്കിലും ഈ ലിവർ ഏറ്റവും ഫ്രണ്ടിലുമാണ്. അപ്പോൾ 4th ഗിയറിലാണ് കിടക്കുന്നത്. ഇതിന് നേരെ തിരിക്കുകയാണെങ്കിൽ, അതായത് ഇവൻ ഫ്രണ്ടിലും ഇവൻ ബാക്കിലും ആണെങ്കിൽ ഫസ്റ്റാണ്. ഈ ലിവർ നമുക്കിങ്ങനെ വലിച്ച് വേണമെങ്കിൽ ഏറ്റവും ബാക്ക് പൊസിഷനിൽ കൊണ്ടിടാം. അപ്പോൾ ഇതും ബാക്കിലാണ് എന്നുണ്ടെങ്കിൽ അത് തേർഡാണ്. ഇത് ബാക്കും ഇത് ഫ്രണ്ടും ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റാണ്. ഇത് ഫ്രണ്ടും ഇത് ബാക്കും ആണെന്നുണ്ടെങ്കിൽ ഫോർത്താണ്. ഈ 2 ലിവറും ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡാണ്. മനസ്സിലായോ? ഈ 2 ലിവറും ബാക്കിലാണ്. ഇത് രണ്ടും ബാക്കിലാണെന്നുണ്ടെങ്കിൽ തേർഡാണ്. ഇത് രണ്ടും ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡാണ്. ഓക്കെ, ഇത് രണ്ടും ബാക്കാണെങ്കിൽ തേർഡാണ്, ഇത് 2 ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡാണ്. ഇപ്പോൾ കിടക്കുന്ന 4th. ഇത് ഫ്രണ്ടിൽ, ഈ ലിവർ ഫ്രണ്ടിലും ഈ ലിവർ ബാക്കിലും 4th ഗിയറിലാണ് കിടക്കുന്നത്, അത് ടോപ്പ് എൻഡിലാണ് കിടക്കുന്നത്. ഇനി ഇവൻ മാത്രം ബാക്കും ഇവൻ മാത്രം ഫ്രണ്ടും ആണെങ്കിൽ അത് ഫസ്റ്റ് ഗിയറാണ്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. പണ്ടത്തെ ഒരു രീതിയിലുള്ള ആ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഗിയർ മാറാൻ നേരത്ത് വണ്ടി സ്റ്റോപ്പിംഗ് പൊസിഷനിലായിരിക്കണം. അത് കയറ്റം കയറാൻ പോവുക. ആ കയറ്റം കയറുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ 4th കയറി പോവുക. കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമുക്ക് സാധാ വണ്ടി ചെയ്യുന്ന പോലെ ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയർ മാറാൻ പറ്റത്തില്ല. അപ്പം വണ്ടി എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ടേ നമുക്ക് ഗിയർ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഊടോ കാര്യങ്ങളോ ഒന്നും വെച്ചില്ലെങ്കിൽ വണ്ടി പുറകോട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ താഴെ നിന്ന് തന്നെ അമ്മാവണ്ടി പതുക്കെ അങ്ങ് കയറിപ്പോകുന്നു. ഇതിൻ്റെ മാക്സിമം സ്പീഡ് എനിക്ക് തോന്നുന്നു 6-7 കിലോമീറ്റർ എന്നാണ് ചേട്ടൻ പറഞ്ഞത്. 7-8 കിലോമീറ്ററാണ് മാക്സിമം ഇതിന് കിട്ടുന്ന സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ അത്യാവശ്യ സാഹചര്യം വന്നൊരു അമ്മാവണ്ടി ഓടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. ബ്രേക്ക് എന്ന് പറഞ്ഞൊരു കേസില്ല. ഇപ്പം നമ്മൾ ബ്രേക്ക് വണ്ടി എങ്ങനെയാണ് നിർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിവർ ഒരിക്കലും ന്യൂട്രൽ ഇടാതിരിക്കുക. നമ്മൾ ഈ ലിവർ നോർമൽ റോഡുകളിൽ അല്ലെങ്കിൽ നോർമൽ പൊസിഷനിൽ നിർത്തുമ്പോൾ ഒന്നെങ്കിൽ ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക് ഇട്ടിടുക. അതാണ് ഇതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഒരു ബ്രേക്ക് എന്ന് പറയുന്നത്. നിർത്തുമ്പോൾ ഇവിടെ ഒരു ഗിയർ ഇടുക, ഇതൊന്നെങ്കിൽ ഫ്രണ്ട് അല്ലെങ്കിൽ ബാക്ക് ഇടുക, ന്യൂട്രൽ ഇടാതിരിക്കുക കേട്ടോ. ഇനി ഇത് സ്റ്റാർട്ടാക്കാൻ ഞാൻ പറഞ്ഞാൽ ന്യൂട്രൽ പൊസിഷനിൽ ഇട്ടു. ഇവിടെ ഒരു ഗിയറിലാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഒന്ന് ഇഗ്നീഷൻ കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി അവിടെ ഒരു ലൈറ്റ് കത്തി. ഇനി ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മോനെ വണ്ടി സ്റ്റാർട്ടായി കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഓഫ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നമ്മൾ പറഞ്ഞൊരു സ്റ്റോപ്പ് ലിവറുണ്ട്.
സുല്ലേട്ടനാണ് കേട്ടോ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന് ഹെൽപ്പ് ചെയ്ത്. നമ്മുടെ തമസയുടെയാണ് വണ്ടിയെ, നമ്മുടെ കോട്ടയത്ത് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കോൺട്രാക്ടേഴ്സാണ്. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം, അവരുടെ വണ്ടിയാണ്. അപ്പോൾ ചേട്ടാ എന്നാ ഉണ്ട് ഇതിനെക്കുറിച്ച് എന്നാ ചേട്ടന് പറയാനുള്ളത്? എത്ര കാലമായി ചേട്ടൻ ഇത് തുടങ്ങിയിട്ട് ഈ വണ്ടി? 25 വർഷമായി. അത് ശരി, 25 വർഷമായല്ലേ? അത് ശരി. പുതിയ വണ്ടി ഉണ്ടോ, ഓടിക്കുന്നുണ്ടോ? പുതിയ വണ്ടി ഓടിക്കുന്നുണ്ടല്ലേ? ഇതിന് പഴയ മോഡൽ ഇപ്പോൾ ഇച്ചിരി വർക്ക് കുറവാണ് അല്ലേ? പുതിയ മോഡലാണ് കൂടുതലും. അത് ശരി 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 ശരി. ഇതിനിപ്പം ചോദിക്കാൻ പാടണമെന്ന് അറിയത്തില്ല, ഇതിനെങ്ങനെ മൈലേജ് എന്നൊക്കെ പറയാറുണ്ടോ? പറയാറില്ല. ഒരു ദിവസം 15 ലിറ്റർ ഉണ്ട് വർക്ക് ചെയ്യാന്നല്ലേ? അത് ശരി. എത്ര നേരമൊക്കെയാണ് അത് കിട്ടുന്നത്? അപ്പം 8 മണിക്കൂറോളമൊക്കെ കിട്ടുമോ? അത് ശരി. 15 ലിറ്ററിന് 8 മണിക്കൂർ വണ്ടി വർക്ക് ചെയ്യാനുള്ള ഇത് കിട്ടുന്നുണ്ടല്ലേ? അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടല്ലോ. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. ഇതും പുതിയ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള മാറ്റം എന്താ ചേട്ടന് തോന്നുന്നു പുതിയ വണ്ടിയിലേക്ക് വരുമ്പോൾ? മെയിൻ വ്യത്യാസം വരുന്നല്ലേ? ബാക്കിയല്ല ഇതുപോലൊക്കെ തന്നെ. അപ്പോൾ കുറച്ചുകൂടെ സുഖം കാണും നമുക്ക് ഓടിച്ചോണ്ട് പോകാൻ അല്ലേ? സ്പീഡും ഒക്കെ കുറച്ചുകൂടെ ഇടിച്ചിടിച്ച് ഒരു ഇതാണല്ലേ? അപ്പൊ അതിന് ക്ലച്ച് ഇതുപോലെ തന്നെ നമുക്ക് ബ്രേക്കിന്റെ പ്രശ്നം വരും അതിന് വരുമ്പോൾ? ഉണ്ട്. എങ്കിലും പിന്നെ അതിന് പാർക്കിംഗ് സ്വിച്ച് ഉണ്ട്. ഉണ്ടല്ലേ? നമ്മൾ നിർത്തിയിട്ട് പാർക്ക് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അത് ശരി. അത് പിന്നെ ആമയും മുയലും രണ്ട് സ്പീഡാണ്. വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുയൽ ഇട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓടുമ്പോ നമ്മള് മുയലിന്റെ ആ സ്പീഡ് ഉണ്ടല്ലോ അതിലിട്ട് അങ്ങനെ. ആമയും മുയലൊന്നും അല്ലേ പറയുന്നത്? അത് ശരി, ആമയും മുയലെന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ചേട്ടാ താങ്ക് യു കേട്ടോ. ഇതിൻ്റെ എക്സോസ്റ്റ് വരുന്നതാണ്ട് മുമ്പേ കാണിച്ചോന്ന് ഞാൻ ഓർക്കുന്നില്ല. മുകളിലാണ് അതിൻ്റെ എക്സോസ്റ്റ് വരുന്നത്. ചേട്ടാ സ്റ്റാർട്ട് ചെയ്തോ. പണ്ടത്തെ ആ ഒരു സ്റ്റൈലിലാണ്. ആ പണ്ടല്ലേ? അത് ശരി. ബാറ്ററി അല്ലേ നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ അതങ്ങ് ഉരിയും ഇടുക അല്ലേ? ആ